ഹായ്, വെൽക്കം മൈ ചാനൽ. ഇപ്പോഴേ ഇന്നേ നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാം. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കി നോക്കാം. നമ്മളിവിടെയൊക്കെ കണ്ടുവരുന്ന സർവ്വസാധാരണമായ ഒരു സാധനത്തെ നമുക്ക് കാണിക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെയുള്ള ഒരു ഇലയാണ്. നമുക്കത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, അസാധ്യ ടേസ്റ്റാണ്. മുന്നേ പ്രാവശ്യം ഞാൻ ഇത് വെച്ച് നോക്കിയിരുന്നു, ട്രയൽ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ അസാധ്യ ടേസ്റ്റ് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. പല വെറൈറ്റി, ആ ഇല തന്നെ പല വെറൈറ്റി രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കണ്ടോ, ഇതാണ് ആ സാധനം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് പ്ലാവില. ഓക്കെ, നമുക്കിന്ന് റെഡിയാക്കാൻ പോകുന്ന ആ തോരൻ്റെ പേര് പ്ലാവില തോരൻ കേട്ടോ. അപ്പോൾ ഇത് എടുക്കേണ്ടത് ഇളം ഇല എടുക്കണം, അതായത് തളിരില എടുക്കണം. ഒത്തിരി മൂത്ത് പോയാൽ ഇത് കൊള്ളില്ല, ടേസ്റ്റ് കാണില്ല. അതുപോലെ തന്നെ ഇല വേവാനും താമസം ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല നല്ല തളിരില എടുക്കണം കേട്ടോ. ഇത് മൊത്തം ഞാൻ എടുത്തേക്കുന്ന തളിരില കേട്ടോ. അത് കണ്ടോ, ഇതേപോലെയുള്ള തളിരില എടുക്കണം കേട്ടോ. ചെറിയ തളിരിലകളുണ്ട്, അത് എടുക്കാം. ഒത്തിരി മൂത്ത് പോകരുത്. അതാണ് ഏറ്റവും ഈ തോരന് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം അതിന് കൂടുതൽ വേണ്ടത് ചെറുപയറാണ് കേട്ടോ. ഇത് ചെറുപയർ ഞാനിത് പുഴുങ്ങി വെച്ചേക്കുവാണ്, നല്ലോണം വേവിച്ച് വെച്ചേക്കുവാണ്. ഉപ്പൊന്നും ചേർക്കാതെ പ്ലെയിനായിട്ട് തന്നെ വേവിച്ച് വെച്ചേക്കുവാണ്. പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങ. ഓക്കെ, പിന്നെ ചെറിയ ഉള്ളി. ഇതാണ് ഇതിൻ്റെ മെയിൻ. ഈ ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ. പിന്നെന്താ, ഇഞ്ചി കുറച്ച്, ഒരു അര കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഓക്കെ, ഇത്രയും മതിയാവും നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഓക്കെ, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേറെ ഒന്നും വേണ്ട. പിന്നെ കടുക്, അതൊക്കെ നമ്മൾ ചേർക്കുന്നതാണല്ലോ, എല്ലാ കറികൾക്കും നമുക്കത് ചേർക്കുന്നതാണല്ലോ. അപ്പം ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ. ഓക്കെ, പിന്നെ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മൂത്ത ഇല എടുക്കരുത്, ഇളം ഇല എടുക്കാവൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ആ വെക്കേണ്ട രീതിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ ഡയറക്റ്റ് നമ്മളിതിൻ്റെ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കുക്കറിൽ എന്താ പറയുക, അരിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചേർക്കല്ല. ഇത് ആവിച്ചെമ്പിനകത്ത് വെച്ച് നമ്മുടെ ഇഡലി പാത്രത്തിനകത്ത് നമ്മൾ ഇട്ടിട്ട് നമ്മൾ നമുക്ക് വേവിച്ചെടുക്കണം. 1-2 പ്രാവശ്യം ഒരു 20 മിനിറ്റെങ്കിലും നമുക്കത് നല്ലോണം വേവിച്ച് എടുക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പാടുള്ളൂ. ഇതിങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഈ തോരൻ ഈസി ആയിട്ട് തന്നെ നമുക്ക് വെച്ചെടുക്കാം. നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അത് തോരൻ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് 1-2 സാധനങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്ത് ഞാനിതൊരു 10-15 കഷ്ണത്തോളം വെച്ചിട്ടുണ്ട്. നമുക്കൊരു 2-3 കഷ്ണം നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റി വെക്കാം. നമുക്ക് കടുക് വറക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ക്രഷ് ചെയ്യാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. കൂടെ തന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? കണ്ടോ, നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമ്മൾ ചതച്ചെടുക്കാൻ പോവാണേ. പിന്നെ പച്ചമുളക്. ഓക്കെ, പച്ചമുളക് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ എരിവിന് ആവശ്യത്തിന് മതി. ഓക്കെ, ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, ബാക്കി ഞാൻ മാറ്റി വെച്ചു. പിന്നെ തേങ്ങയും നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ടേ. തേങ്ങയും വെച്ച് കൊടുക്കുന്നു. തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടിത് ഒരു വിസിൽ വരുന്നതിന് വരെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, തേങ്ങ ചേർത്തു. പിന്നെ ചേർക്കേണ്ട എന്താണെന്നറിയോ? മഞ്ഞൾപ്പൊടിയാണ്. ഇനി ചേർത്ത് നോക്കാനുള്ളത് മഞ്ഞൾപ്പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി മതി കേട്ടോ. നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, മതി. മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കണ്ട, നമുക്ക് തോരൻ്റെ കൊടുത്ത് ചേർക്കാം. അപ്പം നമുക്ക് ഇത്രയും ചെയ്ത്
നമുക്കിതൊന്ന് ചതച്ചിട്ട് വരാം. നമുക്ക് നല്ലോണക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇത് നല്ലോണം നമുക്ക് അരിഞ്ഞെടുക്കണേ. ഇതിന് മുമ്പായിട്ട് നമ്മള് ഇതാ നല്ലോണക്ക് അരച്ചു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. നമുക്കിത് പിന്നെ ചെറുതായിട്ട് അരിയണം. നമ്മുടെ ഇല അരിയുന്നവർക്ക് തന്നെ ചെറുതായിട്ട് അരിയണം. ഈ തണ്ടൊന്നും വേണ്ട കേട്ടോ, തണ്ട് മാറ്റി കളയാം. ഇതേപോലെ അരിഞ്ഞരിഞ്ഞ് മാറ്റുക. ഓക്കെ, നീളത്തിൽ തന്നെ അരിഞ്ഞ നമ്മുടെ ഈ മത്തന്റെ ഇലയൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞുകൊണ്ട് അപ്പൊ ഇത് ഞാൻ പെട്ടെന്ന് അരിഞ്ഞിട്ട് വരാവേ. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ പെട്ടെന്ന് അരിയാം. ഓക്കെ, എന്നിട്ട് കാണാം. അപ്പൊ അതേ നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വെക്കാൻ തുടങ്ങാമേ. നമ്മളെ തീ കത്തിച്ചു. നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവട്ടെ. ഓക്കെ, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും സാധനം മതിയാവും. ഓക്കെ, ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്നതിൽ നമ്മൾ മാറ്റി വെച്ചിരുന്നില്ല ചെറിയുള്ളി. ആ ചെറിയുള്ളി കൂടെ 2-3 കഷ്ണം നമ്മൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാവേ. ഓക്കെ, ഇതൊന്ന് ചെറിയൊരു കളറ് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കറിവേപ്പില നമുക്ക് ചേർക്കാം. ഓക്കെ, ഇലയല്ലേ, നമുക്ക് ഒത്തിരി ഇത് വേണ്ട, ഒറ്റ തണ്ട് മതി കേട്ടോ. ഈ ഇലയല്ലേ, അതിനകത്ത് ഈ ഒരു ചെറിയൊരു തണ്ട് ഞാൻ ഇവിടെ നല്ലോണം കഴുതാം. നമുക്ക് ഒരു ചെറിയ തണ്ട് മതി. ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇലവർഗ്ഗങ്ങൾ അങ്ങനെ കറിവേപ്പില ചേർക്കണ്ട, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇതാ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇത് മൂത്തിട്ടുണ്ട്, ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വെക്കുന്ന പോലെ ആയിരിക്കത്തില്ല എല്ലാവരും വിൽക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഇലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, മൊത്തം നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണേ. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കണ്ട. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഈ കുറച്ച് നമുക്ക് അടച്ചൊന്ന് വേവിക്കാം. അപ്പൊ ഈ നീരാവി കൊണ്ട് ഇത് വെന്തോളും. ഓക്കെ, അപ്പൊ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഇല എങ്ങനെ വെന്തിട്ടുണ്ട് കേട്ടോ. അതാ നല്ലതുപോലെ അത് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോ ഇതിനകത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടല്ലേ ചെറുപയർ നമ്മൾ വേവിച്ചതില്ലേ, നമ്മൾ അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് അരപ്പ് നമ്മൾ റെഡിയാക്കാനും നമ്മുടെ അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോ വെക്കുന്നത് എന്റെ ഒരു സ്റ്റൈലാണ്. അതുകൊണ്ട് ഇതേപോലെ നല്ലതുപോലെ ഇപ്പൊ ആ ഉപ്പെല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ഇടാതല്ല നമ്മൾ പയറ് വേവിച്ചത്. അതാ നമുക്കിത് നല്ലോണക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
അരപ്പും കൂടെ ചേർത്ത് നമ്മള് ചെറിയൊരു ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ അരപ്പും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. വെള്ളം തീരെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ, അപ്പൊ ആ ഒരു ഇതിൽ വെന്താ മതി, നല്ലവണ്ണം വെന്ത് കിട്ടും. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ആവിച്ചെമ്പിനകത്ത് ആവി കയറ്റുന്നവരുണ്ട്. നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതേപോലെ ചെയ്താൽ മതി. ഓക്കെ, തീ കുറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് പൊത്തി കൊടുക്കുക. അപ്പൊ അത് നല്ലപോലെ പിടിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് അടച്ചു വെക്കാം. തീ കുറച്ച് വെക്കുക. അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല റെഡിയാവാൻ, ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് മതിയാവും. A few minutes later. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തു. ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇതെല്ലാരും വെച്ച് നോക്കണം. വീട്ടിൽ ഇത് റെഡിയാക്കി നോക്കണം. എളുപ്പം പറ്റുന്ന രീതി. നമ്മൾ ഇത് 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, പിന്നെ ചട്ടിക്കകത്തിരുന്നതിന്റെ വെള്ളമൊക്കെ ഇത് കറക്റ്റ് ആണ്. വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല, ഒട്ടും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഇങ്ങനെ ഉണ്ടോ, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ നോക്കാം. ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, അടിപൊളി. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ തോരൻ കേട്ടോ. ഇതെല്ലാരും ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ വീട്ടില്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ടാറ്റാ.